ഞാൻ ജോൺസേട്ടന് വേണ്ടി ആദ്യമായിട്ട് പാടുന്ന പാട്ടാണ് മായാമയൂരം. ഓ അത് ശരി. ഞാൻ വലിയ പ്രതീക്ഷകളോടെ AVM RR കയറി ചെന്നപ്പോൾ കാണുന്നത് ഒരു സന്തൂർ, ഒരു വൈബ്രോഫോൺ, ഒരു ഫ്ലൂട്ട്, ഒരു തബല. അത് വലിയ പടഭണ്ഡാരം തിയേറ്റർ. ഇതിൻ്റെക്കാട്ടി കുറച്ചുകൂടെ ഉണ്ട്. പിന്നെ കൈതപ്രം സാറാണ് എഴുതിയത്, മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. 1989 ഓർമ്മയുണ്ട്. സാറ് ഈ പാട്ടിനല്ലേ സാറിന് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ്? ഇതും കൂടെ ചേർത്തിട്ടാണെന്നേ ഉള്ളൂ കിട്ടും. രണ്ട് മൂന്ന്. മറ്റേത് ആതിരവരവായി ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡല്ല, രണ്ടാമത്തെ മൂന്നാമത്തെ എങ്ങണ്ട. ഫസ്റ്റ് എനിക്ക് കിട്ടിയ കണ്ണീർ പോയിന്റ് സ്റ്റേറ്റ് അവാർഡാണ് 3 സ്റ്റേറ്റ് അവാർഡ്, 2 നാഷണൽ. 2 നാഷണൽ അവാർഡ്. ഇനി ഒരു 1 ഓസ്കാർ ഉടനെ. അതെ, ഇപ്പൊ കിട്ടും. ഓസിന് കിട്ടും. ഓസിനൊരു കാറ്. ഓൾ ദ ബെസ്റ്റ്. എന്താ ടേഞ്ചേട്ടാ ഇങ്ങനെ അതെ അല്ല ഗ്യാപ്പ് കിട്ടി. ഇപ്പൊ സ്വരങ്ങളിലോട്ടൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പൊ. ആ ട്രൈ നമുക്ക് ദോഷം ചെയ്യോ? എന്തോ ഇടയ്ക്കിടയ്ക്ക് സ്വരാന്ന് പറഞ്ഞ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കുന്നു. ശബ്ദത്തിനാണല്ലോ സ്വരം എന്ന് അല്ല, പറയുന്നത്. അതൊരു സ്വരല്ല. അത് 3-4 പരിപ്പോടെ കഴിച്ചു അതിന്റെ കുഴപ്പം. ആ സ്വരാണോ കേട്ടോണ്ടിരിക്കുന്നത്? ആ പാവം പരിപ്പുടനെ അങ്ങനെ മീനുട്ടി. എന്തോ ഇനി ഡെഡിക്കേഷൻ റൗണ്ടാണ് നടക്കുന്നത്. ആണ് ഡെഡിക്കേഷൻ റൗണ്ടില് പെർഫോം ചെയ്യാൻ വരുന്ന ആൾ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷപൂർവ്വമാണ് കാത്തിരിക്കുന്നത്. ആരായിരിക്കും? ആരായിരിക്കും? എന്നോട് ചോദിച്ചപ്പോ എനിക്കൊരു സംശയം. ലെറ്റ്സ് വെൽക്കം ദേവദർശൻ ഓൺ സ്റ്റേജ്. വെൽക്കം. എന്റെ പൊന്നെ, ഇതാരത്? അണ്ണന്റെ വരവൊക്കെ കണ്ട, നടപ്പൊക്കെ ഉണ്ടായിരുന്നു. ആള് മാറി ഇപ്പൊ വേറെ ലെവലിലായി. അതെ, ഇന്ന് ഹാപ്പി ആട്ടോ. ഇന്ന് ഇത്തിരി എന്തോ സന്തോഷമുണ്ട്. ഷാരൂഖ് ഖാൻ ഇവിടെ ആണെങ്കിൽ നമ്മുടെ അണ്ണൻ ഇവിടം വരെ എത്തി. കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ ഷാരൂഖ് ഖാൻ. അത്രയൊന്നുമില്ല. വീണ് വലയിൽ വീണു. പിന്നെ പറ, എന്താ ഉണ്ട് വിശേഷം? അങ്ങനെ വിശേഷം ഇല്ല, ഒന്നുമില്ല. ടീച്ചറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്റെ കൂട്ടുകാരിയായിട്ടുള്ള വൈകാലക്ഷ്മി. നിന്റെ കൂട്ടുകാരിയോ? ഓഹോ. അപ്പൊ ഇവിടെ ആരാ? അങ്ങനെയല്ല, ഞാൻ പണ്ട് തൊട്ട് ചെറിയ കാലം മുതൽ കളിക്കുന്നു. കൂട്ടുകാരി. അപ്പൊ ഇതോ? ഇതെന്റെ റിമോള്. കളിക്കൂട്ടുകാരി റിമോള്. നീ ഭാഗ്യവാനാടാ. അപ്പൊ ഡെഡിക്കേഷൻ റൗണ്ട് ആണല്ലേ? ആർക്ക് വേണ്ടിയാണ്? സിന്ധു ടീച്ചർ. സിന്ധു ടീച്ചർ കൈപൊക്കിക്കേ. ഏത്? അവന്റെ സ്കൂളിൽ അവൻ കിഡിലോസ്കി ആയിട്ട് നിൽക്കുകയാണ് അവിടെ. അണ്ണൻ എന്തിയേ മക്കളെ, എന്തുകൊണ്ടാ ഈ സിന്ധു ടീച്ചർക്ക് ഈ ഡെഡിക്കേഷൻ? കാരണം ഞാൻ 3 വർഷക്കാലായിട്ട് അംഗനവാടിയിൽ പഠിച്ചിട്ടുണ്ട്. അന്നേരം എന്റെ അമ്മ ജോലിക്കൊക്കെ പോകുമ്പോ എന്റെ കൂട്ടുകാര് ഇതാ എന്റെ അമ്മ പോകുന്നു എന്ന് പറയുമ്പോ ഞാൻ കരഞ്ഞു. അന്നേരം ടീച്ചർ ഈ സമാധാനിപ്പിക്കും. അന്നേരം ഈ പാട്ടും പാടിയിട്ടാണ് സമാധാനം. മോനെ, അമ്മ വൈകുന്നേരം വരും, അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ടേ, ജോലിക്ക് പോയാലല്ലേ പൈസ കിട്ടൂ, എന്നല്ലേ മോനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു താരാട്ട് പാട്ടൊക്കെ പാടുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ ആ ടീച്ചർ പാടിത്തന്ന പാട്ടാണോ മോൻ പാടാൻ പോകുന്നത്? അങ്ങനെ വഴിക്ക് വാ. സിന്ധു ടീച്ചർ നമ്മുടെ അല്ലേ, നമ്മുടെ അണ്ണന്റെ അല്ലേ വേദനകളെല്ലാം മാറ്റി കൊടുക്കുന്ന എന്റെ സിന്ധു ടീച്ചറിന് എന്തോ പറയാനുണ്ട്. ടീച്ചറും പെട്ടെന്ന് ഇമോഷണലായി. ടോപ്പ് സിംഗറിലെ അണ്ണനായി ഇപ്പൊ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സ്വന്തം കണ്ണൻ നമ്മുടെ നാടിൻ്റെ അഭിമാന താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവൻ്റെ ആദ്യത്തെ ടീച്ചർ എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. 3 വർഷക്കാലം അംഗൻവാടിയിൽ പഠിച്ച് നേരിട്ട് 1ാം ക്ലാസ്സിലേക്ക് പോയതാണ്. അപ്പോൾ അംഗൻവാടിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സൈലൻ്റ് മൂഡിലായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ അവിടെ വിട്ടു പോകുമ്പോൾ കണ്ണിൽ ഇങ്ങനെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് പാടിക്കൊടുത്താൽ കുറച്ച് സമാധാനം ഉണ്ടാവും. ഞാൻ സ്ഥിരമായിട്ട് ഈ ഉണ്ണികളെ ഒരു കഥ പറയാന്നുള്ള പാട്ട് എപ്പോഴും പാടിക്കൊടുക്കലുണ്ട്. രണ്ടുപേരും ടീച്ചറിൽ നിന്ന് തുടങ്ങിയാലോ? അതെ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ
അത് 2 വരി തന്നെ പാടിയാല് നല്ല സന്തോഷം. അടിപൊളി. അതിപ്പോ ചില അമ്മമാര് പാടുന്നത് അതെ. അപ്പൊ ശരിക്കുള്ള ഓമന തിങ്കൾ കിടാവോ, ഓമന തിങ്കൾ കിടാവോ, അത്ര സംഗതിയൊന്നും വരത്തില്ല. ഓമന മതി, പിള്ളേർക്ക് ഉറങ്ങാൻ അത് മതി. അത് മതി ഉറങ്ങാൻ. എന്തായാലും യു ആർ വെരി ലക്കി ഞാൻ ടീച്ചറെ കിട്ടിയത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.